ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റിക്കൽ ടെക് ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. അഞ്ച് ദിവസമായിട്ട് ഇങ്ങനെ മാർക്കറ്റ് അടിച്ചടിച്ച് ഇറങ്ങിക്കൊണ്ട് കഴിഞ്ഞ തേഴ്സ്ഡേ തുടങ്ങിയ ഒരു ഹാമർ, ഒരു ചുറ്റിക വന്ന മാർക്കറ്റാണ്. അത് അടിച്ചടിച്ച് താഴെ ഇങ്ങനെ ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, എന്താടാ വിഷ്ണു ചേട്ടൻ അല്ലെങ്കിൽ വിഷ്ണു സാർ അല്ലെങ്കിൽ വിഷ്ണു എന്താണ് മാർക്കറ്റ് ക്യാൻഡിൽസ്റ്റിക് ഒക്കെ വെച്ച് പറയണത്. ജസ്റ്റ് ഞാനത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് രീതിയിൽ ഒരു വീഡിയോ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ കുറച്ച് ദിവസം നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും, മാർക്കറ്റ് അടപടല മറ്റെന്താണ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാധനം ഇറങ്ങി 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 എന്താണ് ഈ ഒരു ഏരിയ കൃത്യമായി വന്നൊരു ഫിഫ്ത്ത് ഡേ നമ്മൾ എവിടുന്ന് കയറിപ്പോയോ ആ ഒരു ലെവലിന്റെ ലോവർ ലെവലിന്റെ സ്ട്രക്ചറിന്റെ ഭാഗത്തൊക്കെ നിഫ്റ്റിയുടെ സ്പോട്ട് 25,037 25,000 എന്ന് പറഞ്ഞ ആ ഒരു സ്പോട്ടിന്റെ ഭാഗത്ത് നിഫ്റ്റി സപ്പോർട്ട് എടുത്ത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, ഇന്ന് നമ്മുടെ റെഫറൻസ് ലെവൽ പ്രകാരം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഒരു 30 മിനിറ്റ് സ്കാൻ എടുത്ത് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. നിഫ്റ്റി ഒരു എന്താണ് ഒരു നിഫ്റ്റി കൃത്യമായി പറയുകയാണെങ്കിൽ നിഫ്റ്റി ഒരു മിഡ് ക്യാപ്പ് ആയാലും നിഫ്റ്റി ആയാലും എന്തുവാണ്, ഇപ്പൊ മിഡ് ക്യാപ്പ് നിങ്ങൾ നോക്കിയാൽ മിഡ് ക്യാപ്പ് കൃത്യമായി പറഞ്ഞാൽ നമ്മളെ 13,050 ആണ് മിഡ് ക്യാപ്പിന്റെ ബെയറിഷ് റെഫറൻസ്. അത് പൊട്ടിയാൽ എങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ഫസ്റ്റ് ടാർഗറ്റ് 13,000, സെക്കൻഡ് ടാർഗറ്റ് 12,950, തേർഡ് ടാർഗറ്റ് 12,900 ഭാഗത്തേക്ക് വരണമെന്ന് പറഞ്ഞു. നിഫ്റ്റി മിഡ് ക്യാപ്പ് പെർഫെക്റ്റ്ലി എല്ലാ ടാർഗറ്റും ഫസ്റ്റും സെക്കൻഡും തേർഡും ടാർഗറ്റ് എന്നൊരു കിഡിലൻ ട്രെൻഡിങ് ഡൗൺവേർഡ് എന്ന ദിവസമായിരുന്നു മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് നോക്കിയാൽ. അതേസമയം നമ്മൾ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ബാങ്ക് നിഫ്റ്റി എന്താണ്, ഞാൻ ബാങ്ക് നിഫ്റ്റി വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു 55,000 നമ്മുടെ റെഫറൻസ് ലെവൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ എത്രയാണ്? ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ റെഫറൻസ് ലെവൽ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 55,100 സംതിങ് 300 ഭാഗത്താണ് വരുന്നത്. സോ ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റി എത്രയാണ്, ഒരു ഒരു വലിയൊരു സെല്ലിംഗ് ഒന്നും ബാങ്ക് നിഫ്റ്റിക്ക് വന്നിട്ടില്ലെങ്കിൽ കൂടി അവൻ ആ ഒരു ഏരിയ ഒക്കെ അവൻ സപ്പോർട്ട് ചെയ്ത് പിടിച്ചു നിർത്തിയ ദിവസം ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ പക്ക പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ആ ഒരു സപ്പോർട്ടൊക്കെ പൊട്ടി ആ ഒരു ലെവലൊക്കെ ഒന്ന് പിടിച്ചു നിർത്തിയ ദിവസം ചുരുക്കി പറഞ്ഞ ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റി 55,170 നമ്മുടെ സെല്ലിങ്ങിന്റെ പ്രൈസ് വന്നത്. ബാങ്ക് നിഫ്റ്റി 170 പൊട്ടിയതിനു ശേഷം ലോ 55,037. നമ്മളെ ഫസ്റ്റ് ടാർഗറ്റ് എവിടെയാണ് വരുന്നത് ബാങ്ക് നിഫ്റ്റിക്ക്? 55,000. 55,037 ഭാഗത്തൊക്കെ ബാങ്ക് നിഫ്റ്റി വന്നുള്ളൂ. അതേ സമയത്ത് നിഫ്റ്റി നോക്കിയാൽ നിങ്ങൾക്ക് നിഫ്റ്റി എന്ന് മനസ്സിലാവും. നിഫ്റ്റി എവിടെ വരെ പോയി? നിഫ്റ്റി നമുക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ആ സെല്ലിങ് സ്റ്റാർട്ട് ചെയ്ത് 25,100 സെല്ലിങ്. ഫസ്റ്റ് ടാർഗറ്റ് 25,058, സെക്കൻഡ് ടാർഗറ്റ് 25,000. നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫസ്റ്റ് ടാർഗറ്റിൽ നിന്നും സെക്കൻഡ് ടാർഗറ്റിന്റെ ആ ഭാഗത്തൊന്നും പോയില്ല. ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റി മാത്രം ഒരു പക്ക ഒരു ഓൾ ടൈം ദിവസമായിരുന്നു. ഒരു ഫെയിൽഡ് ഓപ്ഷൻ തരുമെന്ന് പ്രതീക്ഷിച്ചു, തന്നില്ല. ആ തിരിച്ചു വന്ന ആ ഒരു കൃത്യമായി പറഞ്ഞ ആ ഒരു ലെവലിലെ ഭാഗത്തൊക്കെ തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിഫ്റ്റി നമുക്ക് നോക്കിയാൽ മിഡ് ക്യാപ്പ് എന്ന് പറയുമ്പോൾ മിഡ് ക്യാപ്പ് പ്യൂർലി ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ്. മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ്. പി ഒ സി വന്നിരിക്കുന്നത് 12,965 അവിടെയാണ് പി ഒ സി വന്നിരിക്കുന്നത്. സോ നമുക്ക് ആ മിഡ് ക്യാപ്പിന്റെ എന്ത് ചെയ്യാം, ഇനി നമുക്ക് ഓരോ ലെവൽസ് അങ്ങ് മാർക്ക് ചെയ്ത് തുടങ്ങാം. 12,965 മിഡ് ക്യാപ്പിന്റെ പി ഒ സി വരുന്നത്. അപ്പൊ ഞാൻ ആ പി ഒ സി ഒന്ന് ആദ്യം മാർക്ക് ചെയ്ത് വെക്കാം. മിഡ് ക്യാപ്പിൽ എത്രയാണ്? 12,965 മിഡ് ക്യാപ്പിന്റെ പി ഒ സി. സോ ഫസ്റ്റ് 12,965 എന്ന പി ഒ സി ഞാൻ അങ്ങ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് 12,880 എത്രയാണ്? 12,880 താഴെ മാത്രമേ ഞാൻ ഇനി സെല്ലിങ്ങിനെ കുറിച്ച് നിൽക്കുള്ളൂ. എത്രയാണ്? 12,880 താഴെ മാത്രമേ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് നിൽക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എത്രയാണ്? 12,860 ഭാഗത്തേക്ക് പോകാം. ഇതൊരു അടുത്തൊരു ടാർഗറ്റ് ആണേ. ആ 12,860 പൊട്ടുകയാണെങ്കിൽ പിന്നെ നമ്മൾ എങ്ങോട്ട് പോകും? നമ്മൾ അടുത്ത വരുന്ന ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 12,790 ഭാഗത്ത് വരും. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ S1 എന്ന് പറഞ്ഞാൽ 12,860, 12,860. S2 എന്ന് പറഞ്ഞാൽ 12,800, 12,800. S3 എന്ന് പറഞ്ഞാൽ അടുത്ത വരുന്നത് 12,720 ഭാഗത്ത്. എത്രയാണ്? 12,720 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ
ഇതാണ് നമ്മുടെ മിഡ് ക്യാപിറ്റൽ. അപ്പോൾ ലോവർ ലെവൽ. അപ്പോൾ 12,880 പൊട്ടിയാലും നമുക്ക് 860 ഒരു സപ്പോർട്ട് കിടപ്പുണ്ട്. അത് പൊട്ടുകയാണെങ്കിൽ നമുക്ക് കിടിലൻ ട്രേഡ്സ് ഒക്കെ താഴേക്ക് കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇല്ല, നാളെ ഈ 12,880 സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇന്നത്തെ പി ഒസിയുടെ ഭാഗത്തേക്ക് ഒരു മെയിൻ റിവേഴ്സ് തരാനുള്ള ചാൻസും മിഡ് ക്യാപിനെ സംബന്ധിച്ച് കൂടുതലാണ്. ഇനി ഒരു ബുള്ളിഷ് റഫറൻസ് എന്ന് പറയുമ്പോൾ ഞാൻ എവിടെ എടുക്കുള്ളൂ, ഇനി ഈ 13,030 അല്ലെങ്കിൽ 13,066 മുകളിൽ മാത്രമേ ഞാൻ ഒരു വൈകുന്നേരത്തെ പി ഒസിയുടെ മണ്ടയ്ക്ക് മാത്രമേ ഒരു ബൈയെ കുറിച്ച് ഞാൻ ചിന്തിക്കുള്ളൂ. 13,066 മുകളിൽ. അത് എങ്ങോട്ട് പോകാം? ഫസ്റ്റ് ടാർഗറ്റ് 13,113 ഭാഗത്തേക്ക് പോകാം. ഫസ്റ്റ് ടാർഗറ്റ് എത്രയാണ്? 13,113, 13,113 ഭാഗത്തേക്ക് പോവാം. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു പി യു സി എത്രയാണ്? 13,156. 13,156 എന്ന് പറഞ്ഞ ഒരു വാല്യൂരിയ ഹൈ പഴയ ആ ഭാഗത്തേക്ക് വരും. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ പി യു സി 13,192. എത്രയാണ്? 13,192 ഭാഗത്തേക്കും വരാം. ചുരുക്കി പറഞ്ഞാൽ ഇതായിരിക്കും അപ്പർ സൈഡിലെ റെഫറൻസ് ലെവല്. അത് വ്യക്തമായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി കൃത്യമായിട്ട് യൂസ് ചെയ്യുക. എന്റെ ലെവൽസ് ഒക്കെ രാത്രി വീണ്ടും മാർക്ക് ചെയ്യുമ്പോൾ ഓഫീസിൽ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇനി അടുത്തത് ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റി ആ ഒരു റേഞ്ച് ഒക്കെ തന്നെ അപ്പൊ മെയിൻറ്റെയിൻ ചെയ്യുന്നു. വലിയൊരു പാടൊന്നും ബാങ്ക് നിഫ്റ്റിക്ക് ഇല്ല. സോ ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓപ്പൺ ഓപ്ഷൻ ആണ്. ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ എന്നൊക്കെ പറയും. നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ പി ഒ സി ഏകദം നീച്ചെ ഫോം ചെയ്തിട്ടുണ്ട്. 55,146 ഭാഗത്താണ് പി ഒ സി നിൽക്കുന്നത്. എത്രയാണ്? 55,146 ഭാഗത്താണ് പി ഒ സി നിൽക്കുന്നത്. ഞാൻ ആ പി ഒ സി മാർക്ക് ചെയ്തു. ഇനി ബെയറിഷ് റഫറൻസ് എന്ന് പറയുമ്പോൾ 55,000 പൊട്ടിയാൽ മാത്രമേ ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുള്ളൂ. എത്രയാണ്? 55,000 പൊട്ടുവാണെങ്കിൽ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുക. ബെയറിഷ് റഫറൻസ് എന്ന് പറഞ്ഞാൽ 55,000 ഭാഗത്താണ്. അത് പൊട്ടുവാണെങ്കിൽ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എവിടെ വരെ വരാം? 54,852 ഭാഗത്തേക്ക് വരും. എത്രയാണ്? 54,852 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് 54,712 ഭാഗത്തേക്ക് വരാം. 54,712 ഭാഗത്തേക്ക് വരാം. തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 54,544 ഭാഗത്തേക്ക് വരാം. പക്ഷെ എൻ്റെ ഒരു കണക്കൂട്ടിൽ 55,000 പൊട്ടണ ചാൻസ് വളരെ കുറവാണെന്ന് എൻ്റെ ഒരു വിചാരം. മിക്കവാറും മാർക്കറ്റ് ഇവിടെ സപ്പോർട്ട് ചെയ്ത് കയറാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഒക്ടോബർ 1 ആ ഒരു വീക്കിൽ വരുന്ന RBI പലിശ നിരക്ക് കുറയ്ക്കുമെന്നൊക്കെ ഒരു സംസാരവും പറച്ചിലൊക്കെ ആൾക്കാരുടെ ഭാഗത്തുനിന്ന് കാണുന്നുണ്ട്. അത് എങ്ങനെ വർക്കാവും അറിഞ്ഞുകൂടാ. അത് വർക്കാവുകയാണെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു റാലി വേണമെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ഭാഗത്തു നിന്ന് വരാം. അല്ലെങ്കിൽ മാർക്കറ്റിൽ ഒരു റാലി വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 55,000 ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് ആക്റ്റീവ് ആവാനുള്ള ചാൻസ് എനിക്ക് വളരെ കൂടുതലായി ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി നമുക്ക് ബുള്ളിഷ് റഫറൻസ് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ 55,538 മുകളിൽ അല്ലെങ്കിൽ 55,385 മുകളിൽ മാത്രമേ ഞാൻ ഒരു ബൈ എടുക്കുള്ളൂ. എത്രയാണ്? 55,385 മുകളിൽ ഞാൻ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് 55,537 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് 55,538 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 55,664 ഭാഗത്തേക്ക് വരാം. എത്രയാണ്? 55,665 ഭാഗത്തേക്ക് വരാനും. തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 55,832. എത്രയാണ്? 55,832 ഭാഗത്തേക്ക് വരും. ചുരുക്കി പറഞ്ഞാൽ 55,385 പൊട്ടുകയാണെങ്കിൽ 538, 660 ഭാഗത്തേക്ക് മാർക്കറ്റ് പോകാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് വളരെയധികം കൂടുതലാണ്. എന്നെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റി 55,000 പൊട്ടുന്നത് അത്രയ്ക്ക് വളരെ ഒരു ബാലികറ മലയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു റെഫറൻസ് ലെവൽ ആക്റ്റീവായി നിൽക്കുന്ന ഒരു ചാൻസ് വളരെ കൂടുതലാണ്. ഇനി ലാസ്റ്റ് നമുക്ക് നിഫ്റ്റി നോക്കാം. ഈ റെഫറൻസുകൾ എല്ലാം മാറി മാറി കിടക്കുന്നതുകൊണ്ട് എനിക്കൊരു ഇറിറ്റേഷനാണ് കാണുമ്പോൾ. നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു പെർഫെക്റ്റ്ലി ഒരു ബാലൻസ് ഡേ ആണ് വന്നിരിക്കുന്നത്. ചെറിയൊരു ഡീ ഫെയിലർ വന്നിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്ന ഒരു ബാലൻസ് ഡേ ആണ്. 25,096 നമ്മുടെ ബാലൻസ് പി ഒ സി. 25,096 നമ്മുടെ ബാലൻസ് വന്നിരിക്കുന്നത്. 25,096 ആണ് പി ഒ സി വന്നിരിക്കുന്നത്. ആ പി ഒ സി ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നോക്കേണ്ടത് ഇന്നത്തെ റെഫറൻസ് ബെയറിഷ് റെഫറൻസ് ലെവൽ ഇപ്പോഴും ഒരു മാറ്റമില്ല. 25,040 താഴെ വരും. 24,988, 24,930, 24,880 എന്ന് പറഞ്ഞ ഈ റെഫറൻസ് ലെവൽ ഇപ്പോഴും ആക്റ്റീവ് ആവാൻ ചാൻസ് ഉണ്ട്. ഇനി ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 25,150 മുകളിൽ മാത്രമേ ഞാൻ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. എത്രയാണ്?
25,150 മുകളിൽ മാത്രമേ ഒരു ബൈ ചിന്തിക്കുന്നുള്ളൂ. ആ ബൈ ഫസ്റ്റ് 25,203 ഭാഗത്തേക്ക് വരാം, 25,203 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 25,260 ഭാഗത്തേക്ക് വരാം. എത്രയാണ്? 203 260, 25,260 ഭാഗത്തേക്ക് വരാനും. തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 25,290, എത്രയാണ്? 25,290 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ കൂടുതൽ. ശരിക്കും പറഞ്ഞാൽ 25,150 മുകളിൽ ഈ ഒരു POCയുടെ ഭാഗത്തേക്ക് ഒരു മെയിൻ റിവേഴ്ഷൻ തരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. സോ ഇത് നമ്മുടെ മാർക്കറ്റ് ലെവലാണ്. ഞാൻ വീഡിയോ ഒന്നും നിർത്താനൊന്നും പോകുന്നില്ല. പലരും ചോദിച്ചു, മെസ്സേജ് അയച്ചു, വിളിച്ചു ചോദിച്ചു, അവർക്കൊക്കെ നന്ദി പറയുന്നു. ഞാൻ വീഡിയോ നിർത്താൻ പോകുന്നില്ല. പക്ഷേ വീഡിയോയിലെ എൻഗേജ്മെന്റ് വളരെ കുറവായത് കൊണ്ട് എനിക്ക് വളരെ ഒരു സങ്കടമുണ്ട്. കാരണം ഞാൻ ഈ തരുന്ന ലെവൽസ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നതിന് നിങ്ങൾക്ക് വ്യക്തമായി നിങ്ങൾക്ക് അറിയാൻ പറ്റും. കിടിലം ട്രേഡിംഗ് ഡേ കിട്ടും. മിഡ് ക്യാപ്പ് ആയാലും നിഫ്റ്റി ആയാലും ഒക്കെ എല്ലാം കിട്ടുന്നുണ്ട്. സോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ മാത്രമാണ് ഞാനിത് കൃത്യമായിട്ട് ആ വീഡിയോ ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതുകൂടാതെ വേറെ അറിയിപ്പുണ്ട്. ഈ വിദ്യാരംഭം ബാച്ച് ഈ വരാൻ പോകുന്ന ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സീരിയസ് ആയിട്ട് മാർക്കറ്റ് പ്രൊഫൈൽ പഠിച്ച് ഇതിന്റെ കൂടെ ഇരുന്ന് ട്രേഡ് ചെയ്ത് നിങ്ങൾക്കൊരു ഒരു മാർക്കറ്റ് ബിഹേവിയർ അനാലിസിസ് ചെയ്യണം, സൈക്കോളജി അതുവഴി ക്ലിയർ ആക്കണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോയിൽ സൈൻ ഓഫ് ചെയ്ത് നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.